കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. പ്രഭോ, ഇന്ദ്രനെ തോൽപ്പിച്ച് യാഗാശ്വത്തെ വീണ്ടെടുത്തു കൊണ്ടുവന്ന പൃഥുസുതന്റെ അത്ഭുത കർമ്മത്തെ കണ്ട് സന്തുഷ്ടരായ ഋഷിവര്യന്മാർ അവന് വിജിതാശ്വൻ എന്ന പേര് നൽകി. എന്നിട്ടും സർവസമർത്ഥനായ ഇന്ദ്രൻ പിന്മാറിയില്ല. ചുറ്റും കട്ടിയുള്ള ഇരുട്ട് വ്യാപിപ്പിച്ച് അദൃശ്യനായി വന്ന് സ്വർണ്ണ നിർമ്മിതമായ ചെങ്ങല കൊണ്ട് ചഷാലയൂപത്തിൽ കെട്ടി ഇട്ടിരിക്കുന്ന യാഗാശ്വത്തെ അപഹരിച്ചു. ചഷാലയൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാഗങ്ങൾക്ക് ബലി കൊടുക്കുവാൻ കൊണ്ടുവന്നിട്ടുള്ള മൃഗത്തെ കെട്ടിയിടുന്ന ഒരു തൂണാണത്. ആ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന യാഗാശ്വത്തെ സ്വർണമാകുന്ന ചെങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന യാഗാശ്വത്തെ ഇന്ദ്രൻ ഇരുട്ടു മൂടിയിട്ട് അപഹരിച്ചു. ആധ്യാത്മികമായ പ്രവൃത്തിയിലായാലും ഭൗതികമായ പ്രവൃത്തിയിലായാലും ഒരു പരിധിക്കപ്പുറം നമ്മൾ പോകുവാൻ ഒരുമ്പെടുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും. ഒരു പരിധി വരെ വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ യാഗത്തിന് നേരിട്ട് സാക്ഷാൽ ശ്രീഹരി തന്നെ വന്ന് യജ്ഞഭാഗം സ്വീകരിച്ചു എന്ന് നേരത്തെ പറഞ്ഞത്. അതൊരു പരിധി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പരിമിതിയെ മറികടക്കാൻ തുടങ്ങുന്നു എന്ന ഘട്ടം വന്നാൽ തടസ്സങ്ങൾ പല വിധത്തിൽ ഉണ്ടാകും. പുറത്തു നിന്നും അകത്തു നിന്നും തടസ്സങ്ങൾ ഉണ്ടാകും. അപ്പം ആ തടസ്സങ്ങൾ ഒന്ന് കഴിയുമ്പം വേറൊന്ന് വരും. ഈ തടസ്സങ്ങളെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുവാൻ ആർക്കാണോ സാധിക്കുന്നത് അവർക്ക് മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ കഴിയുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഒരു മീഡിയോക്കറായിട്ട് ഒരു മീഡിയം ലെവലിൽ നിന്നു പോകാം. അതിനപ്പുറം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ജീവിതത്തിൽ ഇടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് മോശമായ കാര്യവുമല്ല. അത് കാണിക്കുന്നത് നാം നമ്മുടെ പരിമിതിയെ മറികടക്കാൻ തുടങ്ങുകയാണ് എന്നുള്ളതും കൂടിയാണ്. ആ തടസ്സങ്ങളെയെല്ലാം നേരിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച പരമമായ തലത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയണത്, എന്നിട്ടും സർവസമർത്ഥനായ ഇന്ദ്രൻ പിന്മാറിയില്ല. ഇതൊന്നും കൊണ്ട് ഇന്ദ്രൻ പിന്മാറിയില്ല. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഇന്ദ്രൻ ചുറ്റും കട്ടിയുള്ള ഇരുട്ട് വ്യാപിപ്പിച്ച് അദൃശ്യനായി വന്ന്, നമുക്ക് കാണാൻ പറ്റില്ല. ഈ തടസ്സങ്ങൾ എങ്ങനെയാ എവിടുന്നാ വരുന്നത് എന്ന് കാണാൻ പറ്റില്ല. ഇരുട്ട് വ്യാപിപ്പിച്ചിട്ട് അദൃശ്യനായി വന്നു. അതായത് നമ്മളെപ്പോഴും അവെയർ ആയിരിക്കണം എന്നില്ല. ആധ്യാത്മിക പന്ഥാവിലൂടെയാണ് ചരിക്കുന്നതെങ്കിൽ, ഭൗതികമായ കാര്യങ്ങളിലാണ് വ്യാപൃതമാകുന്നതെങ്കിലും നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അപ്പം ഇരുട്ട് മൂടി എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ, അവെയറാകാതെ അദൃശ്യനായി വന്ന് സ്വർണ്ണ നിർമ്മിതമായ ചെങ്ങല കൊണ്ട് ചഷാലയൂപത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന യാഗാശ്വത്തെ അപഹരിച്ചു. നമ്മൾ എത്ര സെക്യൂർ ആക്കി വെച്ചാലും നമ്മളുടെ പ്രധാന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമ്മളെ സഹായിക്കുന്നത് അപഹരിക്കപ്പെടാം. നമ്മളെ കോൺഫിഡൻസ് ഇല്ലാണ്ടാകാം, നമ്മളുടെ ശുഭാപ്തി വിശ്വാസമില്ലാതെയാവാം, നമ്മുടെ ചില കഴിവുകൾക്ക് കോട്ടം തട്ടാം, എന്തും സംഭവിക്കാം. ആധ്യാത്മിക പന്ഥാവിലായാലും ഭൗതിക പന്ഥാവിലായാലും ഇതിനെതിരെയെല്ലാം നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. ഇതിനെയെല്ലാം മറികടക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. നമുക്ക് നോക്കാം ഇവിടെ എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന്. കുതിരയെയും കൊണ്ട് ആകാശത്തുകൂടി ദ്രുതഗതിയിൽ സഞ്ചരിക്കുന്ന ഇന്ദ്രനെ അത്രിമുനി വിജിതാശ്വന് കാണിച്ചു കൊടുത്തു. കപാലം, ഖട്വാംഗം എന്നിവ ധരിച്ചിരിക്കുന്ന മോഷ്ടാവിനെ കണ്ടപ്പോൾ
അയാൾ ഒരു സന്യാസിയാണെന്ന് കരുതി പൃഥുപുത്രൻ ഉപദ്രവിക്കാതെ വിട്ടു. കുതിരയെയും കൊണ്ട് ആകാശത്തുകൂടി ദ്രുതഗതിയിൽ സഞ്ചരിക്കുന്ന ഇന്ദ്രനെ അതിവേഗത്തിലാണ്. ഈ തടസ്സങ്ങള് നമ്മളുടെ കഴിവുകളെ നാം ശ്രദ്ധിക്കാതിരിക്കുന്ന അവസരത്തിൽ അപഹരിക്കുന്നത്. അതിനെ അത്രി മുനി കാണുകയാണ്. അറ്റൻറ്റീവ്നെസ്, അവയർനെസ് കണ്ടെത്തുകയാണ്. എന്നിട്ട് വിജിതാശ്വന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ ഇന്ദ്രൻ ഇപ്പൊ ഏത് വേഷത്തിലാണ് വന്നിരിക്കുന്നത്? കപാലം, ഖട്വാംഗം എന്നിവ ധരിച്ചിരിക്കുന്ന മോഷ്ടാവാണ് ഇന്ദ്രൻ. പക്ഷെ ഖട്വാംഗവും കപാലവും ഒക്കെ ധരിച്ചിരിക്കുന്ന അയാളെ കണ്ടപ്പം ഈ പൃഥുപുത്രൻ ഒരു സന്യാസിയാണെന്ന് കരുതി അയാളെ വെറുതെ വിട്ടു. അത്രി മഹർഷിയുടെ ശക്തമായ പ്രേരണ മൂലം വീണ്ടും ക്രോധാവേശത്തോടെ വിജിതാശ്വൻ ധനുസ്സിൽ ശരം കൊടുത്തു. അതു കണ്ട ഇന്ദ്രൻ ആ വേഷവും കുതിരയും ഉപേക്ഷിച്ച് മറഞ്ഞു നിന്നു. പക്ഷെ അത്രി മഹർഷിയെ വീണ്ടും 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 വിജിതാശ്വനെ ഉദ്ബോധിപ്പിച്ചു. അത് കപടവേഷധാരിയാണ്. ആധ്യാത്മികതയിലും ഭൗതികതയിലും എല്ലായിടത്തും ഇതുപോലെ കപട വേഷധാരികൾ ധാരാളം ഉണ്ടാകാം. ഇവരെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. ഇവരെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഈ കപടരുടെ കയ്യിൽ പെടാതെ മുന്നോട്ട് പോവുക? അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നതിനൊരു അത്രി മുനിയുടെ ആവശ്യമുണ്ട്. ഈശ്വരാനുഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ നമുക്ക് കപടവേഷധാരികളെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ ചതുരമായി വാക്കുകൾ പ്രയോഗിക്കുന്ന അനവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അത് എല്ലാ കാലത്തും ഉണ്ടാകും, ഈ കാലത്ത് മാത്രമൊന്നുമല്ല. അതുകൊണ്ടാണല്ലോ ശ്രീരാമകൃഷ്ണ പരമഹംസർ അന്ന് പറഞ്ഞത്, പെടുകയാണെങ്കിൽ മൂർഖന്റെ വായിൽ പെടണം, നീർക്കോലിയുടെ വായിൽ പെടരുത് എന്ന്. നീർക്കോലികളെ പോലെയുള്ള ഗുരുക്കന്മാരുമുണ്ട്, മൂർഖനെ പോലെയുള്ള ഗുരുക്കന്മാരുമുണ്ട്. ഒറ്റക്കൊത്തില് ഞാൻ എന്ന നമ്മുടെ ഭാവത്തെ ഇല്ലാതാക്കുന്നവരുമുണ്ട്. നീർക്കോലിയെ പോലെ തവളയെ പിടിച്ച് തവളയ്ക്കും ഗതിയില്ല നീർക്കോലിക്കും ഗതിയില്ല എന്നുള്ള രീതിയിലുള്ള ഗുരുക്കന്മാരും ഉണ്ട്. അപ്പൊ ഈ കപട ഗുരുക്കന്മാര് ധാരാളമുള്ള ലോകത്ത് കൃത്യമായിട്ട് ആധ്യാത്മിക പന്ഥാവിലൂടെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ശ്രദ്ധയോടുകൂടി ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പെടാതിരിക്കാൻ നമുക്ക് സാധിക്കും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവനാണ് അറിവുണ്ടാവുക. ശ്രദ്ധയുള്ളവർക്കാണ് അറിവുണ്ടാവുക. അപ്പൊ ശ്രദ്ധ വളരെ അനിവാര്യമായതാണ്. ഇവരെ ആരും നമ്മൾ കേൾക്കാതിരുന്നാലോ? നമ്മൾ എവിടെയും പെടുകയില്ലല്ലോ. അങ്ങനെയല്ല, അതല്ല അതിനുള്ള ഉത്തരം. നമ്മൾ എല്ലാവരെയും കേൾക്കണം. എല്ലാ വേഷധാരികളെയും നമ്മൾ കേൾക്കണം. അവർ പറയുന്നതിലെ നെല്ലും പതിരും പക്ഷെ ശ്രദ്ധാപൂർവം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. ഒരു ഭ്രമം കൊണ്ടാണോ ആധ്യാത്മികതയിലേക്ക് നാം വരുന്നത്, അതോ ശരിക്കുമുള്ള ഒരു ഉൾവിളിയുടെ പ്രേരണ കാരണമാണോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കപടവേഷധാരികൾ നമ്മളുടെ കഴിവുകളെ അപഹരിച്ചു കൊണ്ടുപോകും. കുറെ കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ തിരിച്ചറിയാൻ സാധിക്കുക. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകുവാൻ. ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കലാമാസുത്തം ആണ്. ശ്രീബുദ്ധൻ്റെ വാക്കുകളാണ് ഈ കലാമാസുത്തത്തിലുള്ളത്. ശ്രീബുദ്ധൻ ഒരിക്കൽ കലാമ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ എത്തിച്ചേരുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ യാത്രാമധ്യത്തിൽ. അവിടെ വെച്ച് ഗംഭീരമായ ഒരു സത്സംഗം നടത്തി. അതിനുശേഷം കലാമ നിവാസികൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനോടൊരു സംശയം ചോദിച്ചു.
ഇവിടെ വരുന്ന പലരും വേഷഭൂഷാദികൾ കൊണ്ട് ശ്രേഷ്ഠരാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നാറുള്ളത്. അവരുടെ വാക്കുകളും അതിമനോഹരം തന്നെയാണ്. പക്ഷെ ഇവരെല്ലാം പറയുന്നത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഞങ്ങൾ എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം അദ്ദേഹം വളരെ ശാന്തനായി ഒരു മൃദു മന്ദഹാസത്തോടു കൂടി ഈ കലാമാവാസികളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരെയും കേൾക്കണം. പക്ഷെ അവരുടെ വേഷഭൂഷാദികൾ, അവരുടെ വാക്ചാതുര്യം, അവരുടെ യുക്തി നൈപുണ്യം, ഇതൊന്നും നിങ്ങളെ സ്വാധീനിക്കരുത്. അവർ നിങ്ങളോട് പറയുന്ന ആശയങ്ങളെ സ്വീകരിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം. മാറ്റങ്ങളില്ല എങ്കിൽ നമ്മുടെ സാധാരണമായ ജീവിതത്തെ അസാധാരണമായി ജീവിക്കുവാൻ അത് നമ്മളെ സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആരു പറഞ്ഞതാണെങ്കിലും ചവറ്റുകൊട്ടയിലിടണം. സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന വാക്കുകൾ ആരു പറഞ്ഞതാണെങ്കിലും അത് സ്വീകരിക്കുകയും വേണം. പ്രഭാഷണം നടത്താൻ വരുന്നവരോട് അവരുടെ ആശയങ്ങൾ പറയാൻ പറ്റുകയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളെല്ലാവരും സംസാരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുകയുമില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ അത് കേട്ടുകൊള്ളണം എന്നും ഇല്ല. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള സാമാന്യ ബുദ്ധിയെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ദാഹം ഒരു ഭ്രമത്തിൻ്റെ ഭാഗമായിരിക്കാൻ പാടുള്ളതല്ല. ഭ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ആധ്യാത്മികതയെങ്കിലാണ് ഈ പെട്ടുപോവുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെടുകയില്ല. ആരുടെ ഭാഷണങ്ങളും നമുക്ക് കേൾക്കാം, ആരെഴുതിയ പുസ്തകവും നമുക്ക് വായിക്കാം. നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കാം, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മളെ സഹായിക്കും. ആ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പരിശോധിക്കുക. അതിന് നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം, നമ്മൾ അവെയർ ആയിരിക്കണം. അതിന് നമ്മളെ സഹായിക്കാൻ അത്രിമുനി എന്നുള്ളത് ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ്. ആ ഈശ്വരാനുഗ്രഹം നമുക്ക് ഉണ്ടാകണം. അപ്പം നമ്മളിലുള്ള ഈശ്വരാനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രദ്ധയോടുകൂടി ആര് പറഞ്ഞതും നമുക്ക് കേൾക്കാം. ചിലർ പറയുന്ന ചില ആശയങ്ങൾ നമുക്ക് വളരെ ആകർഷണീയമായി തോന്നാം. അങ്ങനെ തോന്നിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് അതിൻ്റെ മാറ്റുരച്ച് നോക്കുക. അത് കൊള്ളാവുന്നതാണെങ്കിൽ സ്വീകരിക്കുക, കൊള്ളാവുന്നതല്ലെങ്കിൽ തള്ളിക്കളയുക. ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ കപട വേഷധാരികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഓരോ വേഷത്തിൽ വേറെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവരുടെ ഒന്നും പിടിയിൽപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യവും കൂടി ഉണ്ട്. നമ്മൾ ഈ ആൾക്കാർ പറയുന്ന ആശയങ്ങളെ സ്വീകരിക്കണം. വ്യക്തി ആരാധന കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കണം. ആരാധ്യരായിട്ടുള്ളത് നമ്മുടെ മുനീശ്വരന്മാരാണ്. ഈ ആശയങ്ങൾ നമുക്ക് ആദ്യമായി വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് ഭാരതീയ സംസ്കൃതിയിലെ മഹാമനീഷികളായിട്ടുള്ള മുനീശ്വരന്മാരാണ്, ഋഷീശ്വരന്മാരാണ്. അവരോടായിരിക്കട്ടെ നമ്മുടെ ആരാധനയത്രയും. മനോഹരമായ പാട്ട് നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കുന്ന കോളാമ്പിയെ
മൈക്കിനെ ആരും ആരാധിക്കാറില്ലല്ലോ. അതുകൊണ്ട് ഞാനടക്കമുള്ള ഈ കാലഘട്ടത്തിലെ പ്രഭാഷകന്മാരത്രയും ഈ കോളാമ്പി പോലെയുള്ളതാണ്. മഹർഷീശ്വരന്മാരുടെ ആശയങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യമാവുകയാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത് പരിശോധിച്ച് പരീക്ഷിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഒരിഞ്ചെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ആരാധന അത്രയും ഈ മഹനീയമായ പാരമ്പര്യത്തിന് അവകാശപ്പെട്ടതാണ്, വ്യക്തിക്കല്ല. വ്യക്തിയും നിങ്ങളെ പോലെ തന്നെ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ മാത്രമാണ്. തൻ്റെ യാത്രക്കിടയിൽ കണ്ടെത്തിയ അറിവുകളെ തൻ്റെ സഹജീവികളുടെ യാത്രാസുഖത്തിനായി പകർന്നുകൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആരാധനയത്രയും ആ കാഴ്ചകളോടായിരിക്കട്ടെ, കാഴ്ചയെപ്പറ്റി വർണ്ണിക്കുന്ന ആളോടാകുന്നതിൽ ചില അപാകതകൾ ഉണ്ടാകാം. അതുകൊണ്ട് ആശയങ്ങളെ സ്വീകരിച്ച് ജീവിതത്തെ ധന്യമാക്കുവാൻ നാം നമ്മളെ സജ്ജരാക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ആശയങ്ങളെ ത്യജിച്ച് വ്യക്തികളെ ആരാധിക്കുകയും അനുയായികളായി തീരാൻ ശ്രമിക്കുകയും മുന്നോട്ട് നയിക്കുന്നവരുടെ എല്ലാ ചെയ്തികളെയും ന്യായീകരിക്കേണ്ടവരാണ് എന്ന ധാരണ പുലർത്തുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് പാളിച്ചയുണ്ടാകുന്നത്. അതുകൊണ്ട് വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആധ്യാത്മിക യാത്ര ശരിയല്ല ഈ കാലഘട്ടത്തിൽ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ഈ കഥാസന്ദർഭത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ കപട ഗുരുക്കന്മാരെയെല്ലാം, ഈ കപട വേഷധാരികളെയെല്ലാം നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ല. പ്രകൃതിയിൽ ചൂഷണമുണ്ട്. പ്രകൃതി ചൂഷണരഹിതമായ സങ്കേതമൊന്നുമല്ല. കാക്കക്കൂട്ടില് കുയിലിനെ മുട്ടയിടാൻ പഠിപ്പിച്ചത് ആരാണ്? ഇത്തിക്കണ്ണികളെ വളരാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്? ഇത്തിക്കണ്ണികളും കുയിലുമൊക്കെ ചൂഷകരാണ്. പക്ഷേ അതിനെയൊക്കെ ഇല്ലാതാക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. അതൊക്കെ മറികടക്കുന്ന വേളയിൽ കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളത് മറക്കാതെ വേണം ആധ്യാത്മിക സപര്യയിൽ വ്യാപൃതരാകാൻ. അതുകൊണ്ട് സന്യാസിയാണെന്ന് കരുതി പൃഥുപുത്രൻ ഉപദ്രവിക്കാതെ വിട്ടപ്പോൾ അത്രി മഹർഷിയുടെ ശക്തമായിട്ടുള്ള പ്രേരണ, അത് നമ്മുടെ ഉള്ളിലുണ്ടാകും. ഈ പ്രേരണ ഇയാൾ പറയണത് വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളാണ്, പക്ഷെ എന്തോ ഒരു പന്തികേടുണ്ട്. ആ ഉൾപ്രേരണയുടെ ശബ്ദത്തെ നമ്മൾ കേൾക്കാതെ പോകുമ്പോഴാണ് പെട്ടുപോകുന്നത്. അത്രി മഹർഷിയുടെ ശക്തമായ പ്രേരണ മൂലം വീണ്ടും ക്രോധാവേശത്തോടെ വിജിതാശ്വൻ ധനുസിൽ ശരം തൊടുത്തു. അത് കണ്ട ഇന്ദ്രൻ ആവേശവും കുതിരയെയും ഉപേക്ഷിച്ച് മറഞ്ഞു നിന്നു. ഇല്ലാതായില്ല, മറഞ്ഞു നിന്നു. അതിനിയും ചിലപ്പം വരാം. പക്ഷെ തൽക്കാലത്തേക്ക് കുതിരയെ കിട്ടി. പരാക്രമിയായ വിജിതാശ്വൻ യാഗാശ്വത്തെയും കൊണ്ട് പിതാവിൻ്റെ യജ്ഞശാലയിലെത്തി. ഓരോ പ്രാവശ്യവും ദേവേന്ദ്രൻ സ്വീകരിച്ചുപേക്ഷിച്ച പാഖണ്ഡ രൂപത്തെ അജ്ഞാനികളായ മനുഷ്യർ സ്വീകരിച്ചിരിക്കുകയാണ്. അന്ന് ഇന്ദ്രൻ സ്വീകരിച്ച വേഷത്തെ ഇന്നും പലരും സ്വീകരിക്കുന്നു. അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാകാം. നമ്മുടെ കീശയിൽ കിടക്കുന്ന പണമായിരിക്കാം, നമ്മളുടെ പ്രയത്നമായിരിക്കാം, നമ്മളുടെ ആരാധനയായിരിക്കാം, നമ്മളുടെ മറ്റു കഴിവുകളായിരിക്കാം. അതെല്ലാം അടിച്ചു മാറ്റുക എന്ന ഒരു ലക്ഷ്യം
ഉണ്ടാകാം. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് വേഷഭൂഷാദികൾ കൊണ്ട് ആളുകളെ വിലയിരുത്തുന്നത് അത്ര കണ്ട് ശരിയല്ല, ഭൗതികതയിലും ആധ്യാത്മികതയിലും. രണ്ടിലും ഒരേ നിയമം തന്നെയാണ്. അപ്പോൾ വേഷഭൂഷാദികൾക്കപ്പുറം ആളെ വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതാണ് ഈ കഥാഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. യാഗാശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോകാൻ ദേവേന്ദ്രൻ ഏതെല്ലാം രൂപങ്ങൾ സ്വീകരിച്ചുവോ ആ രൂപങ്ങളെ പാപത്തിൻ്റെ ഖണ്ഡങ്ങൾ അടയാളങ്ങൾ എന്ന് പറയുന്നു. പാപത്തിൻ്റെ അടയാളം അഥവാ ലക്ഷണം, പാപഖണ്ഡം, പാഖണ്ഡം എന്നുള്ള വാക്കിന്റെ അർത്ഥം നിരൂപിക്കുകയാണ്. പാപത്തിൻ്റെ അടയാളങ്ങളാണ്. പാപം എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്ന് നമ്മളെ അകറ്റുന്നത്, പുണ്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് അടുപ്പിക്കുന്നത്. അപ്പം ഈ വേഷഭൂഷാദികളുടെ വാക്ചാതുര്യത്തിൽപ്പെട്ട് മയങ്ങിപ്പോയാൽ ഈശ്വരനിൽ നിന്ന് അകലുകയേ ഉള്ളൂ, അടുക്കുക ഇല്ല എന്നുള്ളത് ഓർക്കേണ്ടതാണ്.